വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അഡ്മിഷന്റെ ഭാഗത്തു നിന്നും റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് എന്നുള്ള പോർഷനിൽ നിന്നും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മണി ആൻഡ് റാണി വെയർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. Their balance sheet as on 31st December 2024 is as under. അപ്പോൾ ഇവിടെ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, റിസർവ് ഫണ്ട്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ട്രേഡ് പേയബിൾ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അതുപോലെ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററീസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇത്രയും നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷനകത്ത് പറഞ്ഞിരിക്കുന്നത് ദേ അഡ്മിറ്റ് രാജി ഇൻ ടു ദ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇഫക്ട് ഫ്രോം 1st January 2024 ഓൺ ദ ഫോളോവിങ് ടേംസ്. അപ്പോൾ ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് പ്രകാരമാണ് രാജി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. രാജി ഷാൾ ബ്രിങ് ഓൺ എ ക്യാപിറ്റൽ ഓഫ് ₹35,000 ഫോർ 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ ഇവിടെ രാജി എന്ന് പറയുന്നയാളെ അഡ്മിറ്റ് ചെയ്തപ്പോൾ 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വന്നാൽ രാജി തന്നെ വഹിക്കേണ്ടി വരും. അപ്പൊ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 കൊടുക്കാം എന്ന് പറഞ്ഞാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 35,000 ആണ്. അതുപോലെ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഗുഡ് വിൽ ഓഫ് ദ ഫേം വാസ് വാല്യൂഡ് അറ്റ് 50,000. ഫേമിന്റെ ഗുഡ് വില്ല് വാല്യൂ ചെയ്തപ്പോൾ 50,000 രൂപയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫേമിന്റെ ഗുഡ് വില്ലാണ്, ശ്രദ്ധിച്ചോണം, രാജി എന്ന് പറയുന്നയാള് കൊണ്ടുവരുന്ന ഗുഡ് വില്ലിന്റെ എമൗണ്ട് അല്ല തന്നിരിക്കുന്നത്. ഈ 50,000 രൂപയിൽ നിന്ന് രാജി കൊണ്ടുവരുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് 50,000 ഇൻറ്റു 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാജി എന്ന് പറയുന്ന ആൾ എത്രയാ കൊണ്ടുവരുന്നതെന്നുള്ളത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാസ് ടു ബി റീവാല്യൂഡ് അറ്റ് 80,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ 80,000 രൂപയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻവെന്ററീസ് വാസ് ടു ബി റിട്ടേൺ ഡൗൺ ബൈ 1,000. ഇൻവെന്ററി 1,000 കുറഞ്ഞു. അതുപോലെ ക്രിയേറ്റ് എ പ്രൊവിഷൻ ഓഫ് 10% ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അതുപോലെ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഷോ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ അഡീഷണൽ ഇൻഫർമേഷന്റെ ബേസിലാണ്. അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ രാജി ഷാൾ ബ്രിങ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ ഗുഡ് വിൽ ഓഫ് ദ ഫേം വാസ് വാല്യൂഡ് അറ്റ് 50,000. ഈ 2 അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ട കാര്യമില്ല. അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്താണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് കിടക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാസ് ടു ബി റീവാല്യൂഡ്, ഇൻവെന്ററീസ് വാസ് ടു ബി റിട്ടേൺ ഡൗൺ, അതുപോലെ പ്രൊവിഷൻ. ഈ 3 എമൗണ്ടുകളാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതായിട്ടൊരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നിലവിലുള്ള അസറ്റും ലയബിലിറ്റീസും ഒന്ന് റീവാല്യൂ ചെയ്യുകയാണ്. ഇപ്പൊ പഴയ അസറ്റുകൾ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്, അതേ വാല്യൂസ് തന്നെയാണോ ഇപ്പോൾ ഉള്ളത്, അതുപോലെ പഴയ ലയബിലിറ്റിയുടെ വാല്യൂ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്, അതൊന്ന് റീവാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ റീഅസസ് ചെയ്യുകയാണ് റീവാലുവേഷൻ അക്കൗണ്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ അസറ്റ് കൂടുന്നത്, അതുപോലെ ലയബിലിറ്റി കൂടുന്നത്, അസറ്റ് കുറയുന്നത്, ലയബിലിറ്റി കുറയുന്നത്, ഇതൊക്കെയാണല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാവോ?
ഇവിടെ ഇപ്പൊ ഇതൊരു റിവാലുവേഷൻ അക്കൗണ്ട് ആണ്, നമ്മുടെ പ്രോബ്ലത്തിന്റെ റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അസറ്റ് കൂടുവാണെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ കാണിക്കും? ഈ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അസറ്റിന്റെ പേരെഴുതും, എത്ര എമൗണ്ട് ആണോ കൂടുന്നത് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അതുപോലെ ലൈബിലിറ്റിയുടെ എമൗണ്ട് കുറഞ്ഞാലും നമ്മൾ റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കുന്നത്. എത്ര എമൗണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എത്ര രൂപയാണോ കുറഞ്ഞത് ആ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. അതുപോലെ ലൈബിലിറ്റി കൂടിയാലും നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇതിന്റെ ബാലൻസ് എമൗണ്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും റീവാലുവേഷൻ ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഏത് സൈഡിലായിരിക്കും കൂടുതൽ വരുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അതായത് ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ ആയിരിക്കും കൂടുതൽ. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് വരും. ഇനി റീവാലുവേഷൻ ലോസ് ആണ് വരുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ആയിരിക്കും ഹൈ ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാസ് ടു ബി റീവാല്യൂഡ് അറ്റ് 80,000 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ബാലൻസ് ഷീറ്റിലെ വാല്യൂ ഒന്ന് നോക്കുക. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ കിടക്കുന്നത് 70,000 രൂപയാണ്. ഇവിടെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനകത്ത് തന്നിരിക്കുന്ന വാല്യൂ 80,000 രൂപയാണ്. അപ്പൊ ഇവിടെ ഒരു 10,000 രൂപ കൂടി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 10,000 രൂപ വേണം നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് കിടക്കുന്ന ഐറ്റം ഇൻവെന്ററീസ് വാസ് ടു ബി റിട്ടൺ ഡൗൺ ബൈ 1000. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കിനാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. സ്റ്റോക്ക് 1000 കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റോക്കിന്റെ എമൗണ്ട് ഇവിടെ ഇൻവെന്ററി എന്നും പറഞ്ഞ് 1000 രൂപ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സ്റ്റോക്ക് കുറയുവല്ലേ ചെയ്തത്, ഇൻവെന്ററി കുറയുവാണ് ചെയ്തത്. അപ്പൊ അസറ്റ് കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് കിടക്കുന്നത് ക്രിയേറ്റ് എ പ്രൊവിഷൻ ഓഫ് 10% ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ എത്രയാണെന്ന് നോക്കുക. ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് 10,000 ആണ് കിടക്കുന്നത്. അതിന്റെ 10% ആണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ടത്. പ്രൊവിഷൻ 10,000ന്റെ 10% അത് 1000 ആണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ റീവാലുവേഷനിലേക്കുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഇനി ബാലൻസ് ചെയ്യുക. ഇവിടെ 10,000ഉം ഇവിടെ 2,000ഉം ആണ് വരുന്നത്. അപ്പൊ ഈ 10,000 ആണ് കൂടുതൽ വരുന്നത്. ആ എമൗണ്ട് നിങ്ങൾ താഴേക്ക് എടുത്തെഴുതുക. അതുപോലെ ഈ എമൗണ്ട് തന്നെ ഇവിടേക്കും എഴുതുക. ഇതിൽ നിന്ന് 2,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ 8,000. ഈ 8,000 ആണ് നിങ്ങൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആണ് നമ്മൾ മണിയുടെയും റാണിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ രാജിയുടെ ക്യാപിറ്റൽ അതുപോലെ ഗുഡ് വില്ലിന്റെ എമൗണ്ട്, ഈ 2 എമൗണ്ടും നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതാണ്. ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. പർട്ടിക്കുലേഴ്സ് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സ് എമൗണ്ട് കോളമാണ് ഈ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട്നേഴ്സിന്റെ പേര് എഴുതുക. 2 സൈഡിലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരുപോലെ തന്നെ എഴുതുക. നെക്സ്റ്റ് ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബാലൻസ് ബ്രോഡൗൺ ആണ്. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുന്നത് ഇവിടെ ഇവരുടെ ക്യാപിറ്റൽ ആണ്. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിന്റെ 40,000 60,000 മണിയുടെയും റാണിയുടെയും കിടപ്പുണ്ട്. 40,000 60,000 അതാണ് നമ്മളിവിടെ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ എന്ന് കിടക്കുന്നത് ഈ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ
ക്ലോസിംഗ് ബാലൻസ് ആണ് ഈ വർഷം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. രാജി എന്ന് പറയുന്നയാൾ പുതിയതായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ രാജിക്ക് കഴിഞ്ഞ വർഷം ക്യാപിറ്റൽ ഇല്ല. അപ്പൊ ഇപ്പോൾ രാജി കൊണ്ടുവന്ന ക്യാപിറ്റൽ നമ്മൾ അതിന്റെ എൻട്രി എന്താണ് വരുന്നത്? ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അല്ലേ. അപ്പൊ രാജിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്യാപിറ്റൽ എന്ന് കാണിക്കുക. ഈ എമൗണ്ട് രാജി കൊണ്ടുവന്ന ഈ എമൗണ്ട് ആണ്, ഈ 35,000 ആണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ഗുഡ്വില്ലിന്റെ എമൗണ്ട് നമുക്ക് ഇവിടെ 50,000 ആണ് തന്നിരിക്കുന്നത്. ആ ഗുഡ്വില്ലിന്റെ എമൗണ്ട് രാജി 50,000 കൊണ്ടുവന്നിട്ടില്ല. 50,000ന്റെ 1/4 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ 1/4 ആണ് നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതി ഗുഡ്വിൽ 3:2 എന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ ഓൾഡ് റേഷ്യോയിലാണ്, ഓൾഡ് റേഷ്യോ അല്ല സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വേറെ റേഷ്യോ ഇല്ലാത്തത് കൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിംഗ് റേഷ്യോ. അപ്പൊ ഇവിടെ 12,500 ആണ് കിട്ടുന്നത്. ഇതാണ് അതിന്റെ വർക്കിംഗ് നോട്ട് വരുന്നത്. രാജിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 50,000ന്റെ 1/4 ആണ്. 12,500 ആണ് വരുന്നത്. മണിക്ക് അതിന്റെ 3/5ഉം റാണിക്ക് 2/5ഉം ആണ് കിട്ടുന്നത്. ഇവിടെ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തേക്ക്, മണിയുടെയും റാണിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തേക്ക് പോയ ആ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് ആയിട്ടാണല്ലോ ഗുഡ്വില്ല് വന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് മണിയും റാണിയുമാണ്. അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ എൻട്രി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഇപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനകത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റം എല്ലാം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബാലൻസ് ഷീറ്റ് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഐറ്റം ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകാനുണ്ടോന്ന്. റിസർവ് ഫണ്ട് ഇവിടെ കിടപ്പുണ്ട്. റിസർവ് ഫണ്ട്, ഈ റിസർവ് ഫണ്ടും പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. വേറെ ട്രേഡ് പേയബിൾ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇവിടെ കിടക്കുന്ന ഐറ്റം ഒന്നും വേറെ ഐറ്റം ഒന്നും പാർട്ട്നേഴ്സിന് കിട്ടുന്നതല്ല. റിസർവ് ഫണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ റിസർവ് ഫണ്ട് 3:2 എന്ന് പറയുന്ന ആ റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാം. അതാണ് 12,000ഉം 8,000ഉം. നെക്സ്റ്റ്, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇവിടെ മണിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും റാണിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്, റീവാലുവേഷൻ പ്രോഫിറ്റ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. അതാണ് 4,800ഉം 3,200ഉം. ഇനി വേറെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഐറ്റം, അതായത് ലോസോ അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല, ഡ്രോവിങ്സ് തന്നിട്ടില്ല. അങ്ങനെയുള്ള ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൈഡിൽ വരും, ഡെബിറ്റ് സൈഡിൽ. വേറെ ഐറ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ഈ സെയിം എമൗണ്ട് തന്നെ ഇങ്ങോട്ടേക്കും എഴുതുക. അത് തന്നെയാണ് അവരുടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. അതായത് ഈ വർഷത്തെ ബാലൻസ് ആണ് അടുത്ത വർഷത്തെ അവരുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഈ വർഷം ആ എമൗണ്ട് ബാലൻസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്കിലേ നിങ്ങൾക്ക് തുടർന്നും ഇടുന്ന വീഡിയോസ് ലഭ്യമാകത്തുള്ളൂ. താങ്ക് യു.